ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവൻ ദുഃഖിച്ചു എന്ന് യേശു കണ്ടപ്പോൾ താൻ പറഞ്ഞു, ധനമുള്ളവർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ എത്ര പ്രയാസം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു, ഭാരിക്കുമോ. ധനികനായ ആ ചെറുപ്പക്കാരൻ ദുഃഖിച്ചു എന്ന് ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന യേശു മനസ്സിലാക്കുകയാണ്. നിത്യ ജീവൻ അവകാശമാക്കണമെന്ന ആഗ്രഹത്തിൽ വന്ന ആ ചെറുപ്പക്കാരൻ തല താഴ്ത്തി യേശുവിൽ നിന്നും തിരിഞ്ഞു നടക്കുമ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് ആലോചിച്ച് ക്രിസ്തു വേദനപ്പെട്ടു എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. യേശു ആ നല്ല മനുഷ്യൻ, മറ്റുള്ളവരോട് വളരെ ദയോടെ പെരുമാറുന്ന മനുഷ്യനാണ്. 10 കൽപ്പനകൾ വിശ്വസ്തയോടെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ തൻ്റെ സ്വത്തുക്കളെല്ലാം ദരിദ്രർക്ക് വിട്ടുകൊടുക്കാൻ യേശു പറഞ്ഞപ്പോൾ അവൻ തോറ്റ് പിന്മാറുകയാണ്. വളരെ സമ്പന്നനായ അവൻ്റെ ഈ ലോകത്തിലുള്ള സ്വത്തുക്കൾ, ധനം, സമ്പത്ത്, ആ കാര്യങ്ങളും നിത്യജീവനും തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയം. അതിൽ തൻ്റെ ഈ ലോകത്തിലുള്ള എല്ലാം കെട്ടിപ്പിടിച്ച് ഇരിക്കുവാനും അത് നഷ്ടപ്പെടുത്താതിരിക്കുവാനും ആഗ്രഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ ക്രിസ്തു പറഞ്ഞ ആ ഒരു നിത്യജീവൻ പ്രാപിക്കാൻ അവന് കൊടുത്ത ആ ഒരു നിർദ്ദേശം പാലിക്കാൻ സാധിക്കാതെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് ക്രിസ്തു അവനെ കണ്ടിട്ട് അവനോട് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ കൂടിയ ആളുകളോട് പറയുന്നത്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ഈ ഒരു വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സമ്പത്ത് അതൊരു പാപമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. സമ്പന്നരായവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും അല്ല ക്രിസ്തു ഇവിടെ പറയുന്നത്. മറിച്ച് സമ്പത്തിനെ നമ്മുടെ കർത്താവുമായുള്ള ആ ഒരു സ്ഥാനം കമ്പയർ ചെയ്യുമ്പോൾ സമ്പത്തിന് മുഖ്യ സ്ഥാനം കൊടുക്കുന്ന വ്യക്തികൾ, നമ്മുടെ കയ്യിലുള്ള ചെറുതും വലുതുമായ എല്ലാവിധ ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ഈ ലോകത്തിൻ്റെ ധനം, സമ്പത്ത്, ഇവയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഇവയുടെ ബലത്തിൽ ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന എത്രയോ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് ദൈവം തന്ന ചെറുതും വലുതുമായ കൃപകൾ, ആ കൃപകൾ അത് ദൈവത്തിൽ നിന്നും ലഭിച്ചതാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ക്രിസ്തുവുമായി വളരെ അടുത്ത് ക്രിസ്തുവിൻ്റെ തിരുബലികളിൽ സാന്നിധ്യം കൊണ്ടും മനസ്സിൻ്റെ പ്രസൻസ് കൊണ്ടും അവനെ അനുഭവിക്കുവാൻ തയ്യാറാകുന്നതിലൂടെയും ക്രിസ്തുവിൻ്റേതായി ജീവിക്കുവാൻ സാധിക്കുന്ന എത്രയോ സമ്പന്നരായ വ്യക്തിത്വങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ മറന്ന് ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കാതെ അടുത്ത തലമുറയെ കൂടെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, ഈ ലോകത്തിൻ്റെ ധനം കീഴ്പ്പെടുത്തിയ, ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളിൽ മനം മറന്ന് ജീവിക്കുന്ന വ്യക്തികൾ, ആളുകൾ, അവരുടെ ജീവൻ, അവർക്ക് ലഭിച്ച സൗകര്യങ്ങൾ, അവർക്ക് ലഭിച്ച സ്ഥാനങ്ങൾ, അവർക്ക് ലഭിച്ച മാനങ്ങൾ, അവരുടെ സമ്പത്ത്, അത് അവർ ദൈവത്തിൻ്റെ പദ്ധതിക്കായി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിൻ്റെ ആശ്രയത്വത്തിൽ ജീവിക്കാൻ മറക്കുമ്പോൾ ഒരുപക്ഷെ എന്നെക്കുറിച്ചും
നമ്മളെക്കുറിച്ചും ക്രിസ്തു ദുഃഖിക്കുന്നുണ്ടാകാം. അങ്ങനെ ദുഃഖിക്കാൻ ക്രിസ്തു ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.